ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അമ്മക്കൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നമ്മുടെ വാളംപുളി കൊണ്ട് ഒരു അടിപൊളി ഒഴിച്ചൂട്ടാനാണ് ഉണ്ടാക്കാൻ പോണത്. അതിനായി കുറച്ച് വെള്ളം പാനിലെടുത്ത് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. വെട്ടി തിളയ്ക്കുന്ന വെള്ളം വേണം. ഇനി ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്. മീഡിയം ടൈപ്പ് സവാളയാണ് എടുത്തേക്കുന്നത്. ഇനി വാളംപുളി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചില്ല് പാത്രത്തിൽ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ പൊട്ടിപ്പോവും. ഈ പാത്രത്തിലേക്ക് പുളി ഇട്ടതിന് ശേഷം തിളച്ച വെള്ളം ഒഴിച്ച് മാറ്റി അവിടെ വെക്കുക. തണുത്തതിന് ശേഷം നമുക്കിതിനെ പിഴിഞ്ഞെടുക്കാം. ഇനി ഇതിലേക്ക് ആ മീഡിയം ടൈപ്പ് 2 സവാള, 4 പച്ചമുളക്, നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കാം കേട്ടോ. ഈ സവാളയ്ക്കകത്തുനിന്ന് ഞാൻ 1.5 സവാളയെ എടുക്കുന്നുള്ളൂ. ഇതുപോലെ ചെറുതായിട്ട് കത്തി കൊണ്ട് അരിഞ്ഞെടുക്കണം. ചെറുതായി നുറുക്കിയെടുക്കണം കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടൊന്നും കറക്കാൻ നിൽക്കരുത്, ഇതിൻ്റെ രുചി തന്നെ മാറിപ്പോവും. ഇതൊരു അടിപൊളി സൂപ്പർ ഒഴിച്ചൂട്ടാനാണ്. തേങ്ങ വേണ്ട, തക്കാളി വേണ്ട, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. അത് അരയ്ക്കാൻ പോകണ്ട. അതെ, ഇങ്ങനെ ഇത്രയും ഭാഗമേ എടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഈ വാളംപുളി തണുത്തവിടെ ഇരിപ്പുണ്ട്. അതിനെ നമുക്ക് നല്ല രീതിയിൽ ഞെരടി പിഴിഞ്ഞ് അതിൻ്റെ സത്ത് മുഴുവനും എടുക്കണം. നല്ല വൃത്തിയുള്ള കൈകൊണ്ട് വേണം ഇതിനെ ഞെരടി പിഴിഞ്ഞെടുക്കാൻ. ഞെരടി പിഴിഞ്ഞതിൻ്റെ ചാറ് മുഴുവനും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ ബൗൾ എടുക്കാം. അതിലേക്ക് നുറുക്കി വെച്ചിരിക്കുന്ന സവാളയെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 4 5 നിങ്ങൾക്ക് ഇങ്ങനെയാണ് എരിവ് അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഇനി 1.5 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം നമുക്ക് കൈ കൊണ്ട് വൃത്തിയായി ഞെരടി എടുക്കണം. നല്ലതുപോലെ ഞെരടി എടുക്കണം. ഉപ്പും മുളകും കറിവേപ്പിലയും സവാളയും എല്ലാം കൂടെ നല്ലതുപോലെ ഞെരടി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. മല്ലിയില ഇട്ടതിന് ശേഷം ഞെരടണ്ട. പിന്നീട് നമുക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിച്ചാറ് ഒഴിച്ചു കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി വേണമെങ്കിൽ കുറച്ചുകൂടി തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം. നോക്കട്ടെ, പോരാ, കുറച്ചുകൂടി ഉപ്പ് വേണം. ഇനി ഇതിലേക്ക് ഞാൻ 3/4 ടേബിൾ സ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് വേണമെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഇതിലേക്ക് പ്രത്യേകിച്ച് വലിയ പണികളൊന്നുമില്ല. നമുക്ക് വറുത്തിടുന്നൊരു പണി മാത്രമേ ഉള്ളൂ. ഇനി വറതാളിക്കാനുള്ള ഐറ്റംസ് ഒക്കെ എടുക്കാം. കടുക്, കറിവേപ്പില, വറ്റൽമുളക്, നല്ല ജീരകം, മഞ്ഞൾപ്പൊടി, ഉലുവ, കായപ്പൊടി, ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചതിന് ശേഷം പാൻ ചൂടാകട്ടെ. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. അതിനുശേഷം 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് പൊട്ടിക്കും. ഉലുവയും കടുകും നന്നായി പൊട്ടിയതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കും. ഉടനെ തന്നെ അതിനൊപ്പം 4 വറ്റൽമുളകും പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിക്കൊപ്പം 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ചെറിയൊരു സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കറിവേപ്പില ആ എണ്ണയിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കി. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി. 1/4 ടീസ്പൂണിലും കുറവ് മതി, ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇതെല്ലാം നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുളിച്ചാറിലേക്ക് ഇതിനെ അങ്ങ് ചേർത്ത് കൊടുക്കണം. കറിയൊക്കെ പെട്ടെന്ന് തീർന്നു പോയാലുണ്ടല്ലോ, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയ ഏറ്റവും നല്ലൊരു സഹായിയാണ് നമ്മുടെ ഈ വെറും പുളി. ഇതാണ് വെറും പുളി. നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയുമാണ്. ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം ഒന്ന് എന്നോട് പറയണേ. കമൻറ്റ് ബോക്സ് അവിടെ കാലിയായിട്ട് കിടക്കുവാണ്. ആരും മറക്കണ്ട, ജസ്റ്റ് മടിക്കാണ്ട് ഒരു കമൻറ്റ് എഴുതി അങ്ങോട്ട് ഇട്ടേര്. പിന്നെ
അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി വെറുംപുളി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ഇതിൻ്റെ ഒന്ന് ഉപ്പ് നോക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോരി കോരി കുടിച്ചുകൊണ്ടിരിക്കുക. ഇത് തീർന്നു പോകുന്നു തോന്നുന്നു. സൂപ്പർ, നല്ല കറക്റ്റ് ഉപ്പും പാകമൊക്കെയാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസുമായി ഞാൻ വരും. എൻ്റെ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എന്നെ ചീത്ത വിളിക്കാനായിട്ടാണെങ്കിലും ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് വന്ന് എത്തി നോക്കിയിട്ട് പോവുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.